ഇതാണ് കഅബാലയത്തിന്റെ ആകൃതി. ശ്രദ്ധിക്കുക, ഏകദേശ ആകൃതി 15 മീറ്റർ ഭൂമിയിൽ നിന്ന് 15 മീറ്റർ ഉയരവും 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഈ രൂപത്തിലുള്ള ഒന്നാണ് പരിശുദ്ധ കഅബാലയം. ഇതിന്റെ ഒരു മോഡലാണ്, മനസ്സിലാവുന്നില്ലേ? 15 മീറ്റർ ഭൂമിയിൽ നിന്ന് 15 മീറ്റർ ഉയരം. ഏകദേശം സമചതുരെന്ന് തോന്നും, പക്ഷെ സമചതുരമല്ല. മനസ്സിലാവണില്ലേ? ഈ കാണുന്നതാണ് ആ രൂപത്തിൽ ഈ കാണുന്നതാണ് പരിശുദ്ധമായ കഅബാലയം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കുക. ഞാൻ അതിനെ ഏകദേശം ഒന്ന് പരിചയപ്പെടുത്തി തരാം. മുഅ്മിനീങ്ങളെ ചിന്തിക്കുക. പരിശുദ്ധ കഅബാലയത്തിന് 4 മൂലകളുണ്ട്. ഈ 4 മൂലകളുടെ പേര് എഴുതി വെക്കുക. ഈ മൂലക്ക് റുക്നുൽ ഹജർ എന്ന് പറയും. റുക്നുൽ ഹജർ അങ്ങനെ പറയാനുള്ള കാരണം ഇത് പരിശുദ്ധമായ ഹജറുൽ അസ്വദ് വെച്ചിട്ടുള്ള മൂലയാണ്. ഹജറുൽ അസ്വദ് ഭൂമിയിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കാണുന്ന ഭൂമിയിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. ശ്രദ്ധിക്കണില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അസ്വദ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അബിയലായിരുന്നു. അബിയലു മിനൽ ലബനി, ഇത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. അത് വസ്വദ്ദ മിൻ ദുനൂബി ബനി ആദം, മനുഷ്യന്റെ തിന്മ ഏറ്റുവാങ്ങി കറുത്തുപോയതാണ് എന്നാണ് പ്രധാന അഭിപ്രായം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ചിന്തിക്കുക. മനുഷ്യന്റെ ദുനൂബ് ഏറ്റുവാങ്ങി ഇത് വളരെ മനോഹരമായ ഒരു വെണ്ണക്കല്ലായിരുന്നു. ഇത് അബിയല മിനൽ ലബനി, പാലിനേക്കാൾ മനോഹരവും വെളുത്തതുമായിരുന്നു പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് ആയിരുന്നില്ല അക്കാലത്ത്, അത് ഹജറുൽ അബിയലായിരുന്നു. പ്രകാശപൂരിതമായിരുന്നു. അത് ബഹുമാനപ്പെട്ട മലായിക്കത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ഭൂമിയിലെത്തിയപ്പോൾ അതിന്റെ പ്രകാശം, അത് കഅബാലയത്തിൽ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ചുറ്റും പ്രകാശം പരന്ന സ്ഥലത്തിനാണ് ഹറം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അന്ന് ഇതിന്റെ പ്രകാശം ഒഴുകിയിരുന്ന സ്ഥലമാണ് ഏത്? പരിശുദ്ധമായ ഹറം. അന്ന് അതിന് പരിസരത്ത് മറ്റ് കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, അന്ന് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? അതിന്നും എന്തു തന്നെയാണ്? ഹറമാണ്. അവിടെ വേട്ടയാടാൻ പാടില്ല, വൃക്ഷം മുറിക്കാൻ പാടില്ല, വളരെ നിബന്ധനയൊത്ത സ്ഥലമാണ്. വമൻ ദഖലഹു കാന ആമിന എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് വളരെ പരിശുദ്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണാനും അതിനെ ചുംബിക്കാനും അള്ളാഹു ഇൽമിൽ തലവെക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മനസ്സിലായില്ലേ? ഇതിനാണ് എന്ത് പറയാ? അത് സംസ്ഥാപിതമായതുകൊണ്ട് ഈ മൂലക്ക് റുക്നുൽ ഹജർ എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതിന് റുക്നുൽ ഇറാഖി എന്ന് പറയുന്നു. ഇവിടുന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ, അങ്ങനെയാണല്ലോ തവാഫ്, സ്വന്തം ഇടഭാഗത്തെ കഅബയിലേക്ക് ആക്കിയിട്ടാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ തന്റെ ഇടഭാഗം വരുന്ന വായി നടന്നു പോകുമ്പോ ആദ്യം കാണുന്ന മൂലയാണ് ഏത്? റുക്നുൽ ഇറാഖി. ഇറാഖ് ഭാഗത്തേക്കാണ് അത് തിരിഞ്ഞു നിൽക്കുന്നത് എന്നത് കൊണ്ടാണ് അതിന് റുക്നുൽ ഇറാഖി. റുക്കിന് രണ്ടാമത്തെ അർത്ഥം മൂല. മനസ്സിലായില്ലേ? റുക്നുൽ ഇറാഖി ഇറാഖ് ഭാഗത്തേക്കുള്ള മൂലയായതുകൊണ്ട് അതിന് റുക്നുൽ ഇറാഖി എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് കഅബ പഠിക്കുമ്പോൾ പ്രധാനമായി പഠിക്കേണ്ടത് ഈ മൂലകളാണ്. ഇത് റുക്നുൽ ഹജർ, പിന്നെ ഇതിന്റെ റുക്നുൽ ഇറാഖി എന്ന്. ഇനിയുള്ളത് ഇതിന് റുക്നുൽ ഷാമി എന്ന് പറയും. ഷാം ഭാഗത്തേക്കാണ് ഇത് തിരിഞ്ഞു നിൽക്കുന്നത് എന്നതുകൊണ്ടാണത് റുക്നുൽ ഷാമി. ഇതിന് റുക്നുൽ യമാനി എന്നും പറയും. ഇവിടെയൊന്നും തൊട്ടുമുത്തലോ മറ്റോ ഇല്ല. എന്നാൽ ഇതിനെ തൊട്ടുമുത്തലോ അഭിവാദ്യം ചെയ്യലോ സുന്നത്താണ്. ഏതിനെ? റുക്നുൽ യമാനി. മനസ്സിലായില്ലേ? യമൻ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂലക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നല്ല. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിന് വലിയ പ്രാധാന്യമുണ്ട്. യമൻ ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായ പ്രാധാന്യമുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ 4 മൂലകൾ. ഒന്ന് റുക്നുൽ ഹജർ,
റുക്കനുൽ ഇറാഖി, റുക്കനുൽ ഷാമി, റുക്കനുൽ യമാനി. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ശ്രദ്ധിച്ചില്ലേ? വളരെ ചിന്തിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും. ഇനി പറയേണ്ടത് കണ്ടോ, നിങ്ങള് വളരെ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, ഇതാ ഭൂമിയിൽ നിന്ന് 1 മുഴം ഉയരത്തിൽ ചെരിഞ്ഞ രൂപത്തിൽ ഒരു തിണ്ണ ഇങ്ങനെ പോയിട്ടുണ്ട് കഅബാലയത്തിന്. ഒരു തിണ്ണ അങ്ങനെ ഉണ്ട്, ചെരിഞ്ഞ ഒരു തിണ്ണ ഭൂമിയിൽ നിന്ന് 1 മുഴം ഉയരത്തിൽ ഭൂമിയിൽ നിന്ന്. മനസ്സിലാവണില്ലേ? ഈ തിണ്ണ കഅബാലയത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന ആളുടെ ശരീരത്തിന്റെ ഒരല്പഭാഗം പോലും ഒരിക്കലും ഇതിന്റെ മുകളിൽ വരാൻ പാടില്ലാത്തതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ ഈ കറുത്ത ആളുകളൊക്കെ അവർക്ക് ഒരു വേണ്ടത്ര വിജ്ഞാനം കിട്ടിയിട്ടുണ്ടാവില്ല, സാധുക്കൾ. അതുകൊണ്ടാണ് അല്ലാഹു എല്ലാവർക്കും നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്ക്, അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. എന്തെന്നറിയോ, ഈ സാധുക്കൾ എന്ത് ചെയ്യുന്നറിയോ, ഈ കില്ല പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. നമ്മൾ പറഞ്ഞാലും അവരോട് ശരിയാവില്ല, പറഞ്ഞാലും സാധുക്കളാണ്, വിജ്ഞാനല്ല. ഒരാൾ പോയിട്ട് ഇത് എന്നെ ചുംബിച്ച് കിടക്കും, അപ്പൊ അതിന്റെ മുകളിൽ കൂടെ വേറെ ആളുകൾ. ഇങ്ങനെയൊക്കെ ഒരു അനുഭവം കാണാറുണ്ട്. സാധുക്കളാണ്, വിജ്ഞാനല്ല. എന്റെ വല്യപ്പനോട് പറഞ്ഞിട്ടുണ്ട്, മുസാഫർ ഖാനയിലെ ഹജ്ജ് ക്ലാസ് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കലായിരുന്നു ബോംബെയില്. അല്ല, ബോംബെ മുസാഫർ ഖാനയിൽ വല്യപ്പ ഹജ്ജിന് പോയിരുന്ന അന്നത്തെ ഹജ്ജ് ക്ലാസ് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കാൻ രാജസ്ഥാനിലും മറ്റൊക്കെ വരുന്ന ആളുകൾ. നമ്മളെ നാട്ടിന്റെ അവസ്ഥ എന്താ? മുझे मालूम नहीं है, मेरा बड़ा भाई एक मुल्लाजी है, उसको अच्छी तरह मालूम है എന്ന് പറഞ്ഞു എന്നോട് ഒരാള് ഹൈദരാബാദിൽ. ഫാത്തിഹ സൂറത്ത് ക്യാ നാമേന്ന് ചോദിച്ചു. അപ്പൊ എന്താ പേരെന്ന് വെച്ചോ പറഞ്ഞു ഖാജ സലാഹുദ്ദീൻ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഖാജ മുസൽമാനെ തോ എക്ബർ ഫാത്തിഹ പടോ, ഒന്ന് ഫാത്തിഹ ഒരു കൊണ്ടാന്നാണ്. കുറച്ചൊന്നും ഉണ്ടില്ല. പിന്നെ പറഞ്ഞു മുझे मालूम नहीं है, मेरा बड़ा भाई एक मुल्लाजी है, उसको अच्छी तरह मालूम है. ഇതിനാ എല്ലാവർക്കും കൂടി കിട്ടേണ്ട ആവശ്യം. എനിക്ക് കിട്ടൂല, എന്റെ ഏട്ടക്കാരനൊരു വലിയൊരു മല്ലാക്കിയാണ്, മൂപ്പർക്ക് കിട്ടും. ആർക്കെങ്കിലും ഒക്കെ കിട്ടിയാ പോലെ. എന്ത് ഫാത്തിഹ സൂറത്ത് അങ്ങനെ ചിന്തിക്കണം. ഞാൻ തമാശകളല്ല, ഒപ്പുള്ള ഒരാളോട് ഞാൻ പറയും ചെയ്തു, ഇതുങ്ങൾ ഞാൻ കേരളത്തിൽ പോയി പറയും. കേരളത്തിലെ ആലിമീങ്ങൾ, ഈ ഇരിക്കണ ആലിമീങ്ങളും അവരെ മുൻഗാമികളും ചെയ്ത സേവനം എത്ര വലിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ കാലഘട്ട മഹാന്മാർ ചെയ്തത് എത്ര വലിയ സേവനമായിരുന്നു എന്ന് പറഞ്ഞാൽ തീരൂല. ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കണില്ല. അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ വിഷയം? ഇതിനെന്ത് പറയും? ഷാദിർവാൻ എന്ന് പറയും. ഇത് കഅബാലയത്തിൽപ്പെട്ടതാണ്. ഇതിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അടുത്തു നടന്നാൽ കൈ അതിന്റെ മുകളിലാകാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി ശരീരം കഅബാലയത്തിന്റെ പുറത്തു വരുമ്പോൾ മാത്രമേ അവന്റെ തവാഫ് സഹിഹാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ വാജിബാത്തിൽ ഞാൻ വിശദീകരിക്കാം, ശ്രദ്ധിക്കണം. അത് ശക്തമായ നിബന്ധനയാണ്. അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.